ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ, അതിലെ ആശയങ്ങൾ മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം വളരെ വിലയേറിയ രത്നക്കല്ലുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ലേഖനമാണ്. ഞാൻ കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അതിലെ നിഗൂഢമായ രഹസ്യങ്ങൾ ഇന്നും രഹസ്യമായി തന്നെ ഇരിക്കുന്നു. ഞാനതിലെ ആശയങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് പ്രയോജനമാകുമല്ലോ എന്ന് കരുതി നിങ്ങളുമായി ഞാനത് പങ്കുവയ്ക്കുന്നു. ഞാൻ ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പല എപ്പിസോഡുകളിലായി റെക്കോർഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. റോമൻസ് വേറെ ഒരു പ്ലേലിസ്റ്റായി തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാവുന്നതാണ്. ഇതൊരു സുവിശേഷ പ്രസംഗമല്ല, ഒരു ബൈബിൾ ക്ലാസ്സാണ്. പുതിയ നിയമത്തിലെ ആഴമേറിയ ഗൗരവമേറിയ കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒരു ഉദ്യമം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ആ വാക്യങ്ങൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പോസ്തല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ റോമയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. ദൈവത്തിന് സ്തോത്രം. ക്ലാസിക് കാലഘട്ടത്തിലെ എഴുത്തുകൾ പോലെ ഇത് ആര് എഴുതുന്നു, ആർക്ക് എഴുതുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. 1 വാക്യത്തിൽ ആര് ഈ കത്ത് എഴുതുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 7 വാക്യത്തിൽ ആർക്ക് എഴുതുന്നു എന്ന് ഇവിടെ പറയുന്നു. നിങ്ങളത് ഒന്ന് ബൈബിൾ എടുത്തൊന്ന് വായിച്ചിട്ട് ഈ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1 വാക്യത്തിനും 7 വാക്യത്തിനും നടുവിൽ പൗലോസ് കുറേ കൂടി വിശദാംശങ്ങൾ ചേർത്തിട്ടുണ്ട്. ഗുഡ് ന്യൂസ്, സുവിശേഷം എന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകി കുറേ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിലെ 5ഉം 6ഉം വാക്യങ്ങളിൽ പറയുന്നു, അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പോസ്തല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, സുവിശേഷത്തിലുള്ള വിശ്വാസം വഴി ലോകം മുഴുവൻ യേശു എന്ന രാജാവിന് അവകാശപ്പെട്ടതാണ് എന്നാണ് പൗലോസ് വാദിക്കുന്നത്. അതിൽ റോമിലെ ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നു. ഈ സുവിശേഷം അറിയിക്കാൻ ഞങ്ങൾ അപ്പോസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു തുറന്ന പ്രഖ്യാപനം റോമ പോലുള്ള സാമ്രാജ്യത്തിന് എഴുതണമെങ്കിൽ പൗലോസ് അപ്പോസ്തോലൻ്റെ ധൈര്യം നിസ്സാരമായിരുന്നില്ല. കാരണം ആ കാലത്തിലെ ഒരു വമ്പൻ സാമ്രാജ്യമായിരുന്നു റോം നഗരം. അതിശക്തരായ സീസർ പോലുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്ന സാമ്രാജ്യം. അന്നത്തെ കാലത്ത് സീസറിന് സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുത്രൻ എന്നൊക്കെയുള്ള രാജകീയ നാമം ആയിരുന്നു കൊടുത്തിരുന്നത്. ലോകത്തിലെ ശക്തമായ ഭരണകൂടങ്ങളിൽ ഒന്നായിരുന്നു റോം. ഇതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ പല സഭകളിലും ഒരു ഹീറോ ആയി തന്നെ കരുതപ്പെടുന്നു. എന്നാൽ താൻ എന്താണ് എഴുതുന്നത് എന്നത് പൗലോസിന് വ്യക്തമായി അറിയാമായിരുന്നു. യേശുവാണ് യഥാർത്ഥ രാജാവ്. അത് റോമിലെ ക്രിസ്ത്യാനികൾ അറിയണമെന്നും അതനുസരിച്ച് ജീവിക്കണമെന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. ഇതിലെ 3ഉം 4ഉം വാക്യത്തിൽ പൗലോസ് വീണ്ടും സീസറിനെ പിന്നോട്ട് തള്ളി യേശുവാണ് ദൈവത്തിൻ്റെ പുത്രൻ, അല്ലാതെ നീയല്ല എന്ന് ഊന്നൽ നൽകി പറയുന്നുണ്ട്. അവൻ ജഡപ്രകാരം
രാജാവായ ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും എന്ന് പറഞ്ഞാൽ റോമിലെ ഒരു പൗരന് പോലും അത്രയും രാജവംശം അവകാശപ്പെടാൻ പറ്റില്ലായിരുന്നു. ശേഷം മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം കാലാകാലങ്ങളായി യഹൂദർ കാത്തിരുന്ന ഒന്നായിരുന്നു. ലോകത്തിലെ സ്വേച്ഛാധികാരികളുടെയും ഭീഷണിപ്പെടുത്തുന്നവരുടെയും ശക്തിയെ മറികടക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി. മരണമായിരുന്നു ഈ റോമിലെ കാട്ടാളന്മാരുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ മരണമായിരുന്നു. എന്നാൽ യേശു അതിനെ മറികടന്നിരിക്കുന്നു. യേശു രാജാക്കന്മാരിൽ രാജാവാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് സീസറിനെ ഉന്നം വെച്ച് മാത്രമായിരുന്നില്ല ഈ വാക്കുകൾ പറയുന്നത്. 2-ാം വാക്യത്തിൽ പ്രവചന പുസ്തകത്തിൽ പലയിടങ്ങളിൽ യേശുവിൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്നത് എടുത്തു പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സങ്കീർത്തനം 2:7 വായിച്ചാൽ നമുക്ക് കാണാം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ഇതൊരു സദ്വാർത്തയാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവം അത് ചെയ്തിരിക്കുന്നു. എഴുതപ്പെട്ടതുപോലെ രാജാവ് ആഗതനായിരിക്കുന്നു. അത് പൗലോസ് ഇവിടെ സ്ഥാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിലെ 6ഉം 7ഉം വാക്യത്തിൽ പൗലോസ് റോമാ നഗരത്തിലെ ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്യുന്നെങ്കിലും 5-ാം വാക്യപ്രകാരം നാമും അതിൽ ഉൾപ്പെടുന്നു. അവിടെ പറയുന്നു, അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും, അതായത് നമ്മളിലും ഉളവാകേണ്ടതിന് എന്നാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. സുവിശേഷം എന്നത് ഒരു വസ്തുവിൻ്റെ പരസ്യം പോലെയല്ല. ഒരു വസ്തു നമുക്ക് പരസ്യം കണ്ട് ബോധിച്ചാൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. എന്നാൽ സുവിശേഷം എന്നത് എതിർക്കുന്നത് മൂഢതയായിരിക്കുമെന്ന തരത്തിലുള്ള ഒരു അധികാര സ്ഥാനത്ത് നിന്നുള്ള ആജ്ഞ പോലെയാണ്, ഒരു രാജകൽപ്പന പോലെയാണ്. സീസറിൻ്റെ പട്ടാളക്കാർ ലോകമെമ്പാടും ചുറ്റി സീസറാണ് രാജാവ്, അതിനാൽ നിങ്ങൾക്ക് റോമൻ സാമ്രാജ്യ അനുഭവം വേണമെന്ന് തോന്നുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കീഴടങ്ങാം. അങ്ങനെയായിരുന്നില്ല അവർ പറഞ്ഞിരുന്നത്. രാജഭരണത്തിന് കീഴടങ്ങൽ ഒരു നിർബന്ധമായിരുന്നു. യേശുവിൻ്റെ രാജഭരണത്തിൻ്റെ പ്രത്യേകതയും ഇതുതന്നെയാണ്. സുവിശേഷത്തിൻ്റെ വിധേയത്വം വഴി നിർബന്ധമായും കീഴടങ്ങണം. അത് ഓപ്ഷണൽ അല്ല, ഒരു രാജകൽപ്പനയാണ്. പൗലോസിൻ്റെ സുവിശേഷത്തിൻ്റെ വെല്ലുവിളി ഇതാണ്: സീസറിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തനായ ഒരാൾ, പൂർണ്ണമായും വ്യത്യസ്തമായ തരത്തിലുള്ള അധികാരം പ്രയോഗിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സീസറിനെ പോലെ ബലപ്രയോഗത്തിലൂടെയല്ല, സ്നേഹത്തിലൂടെ സ്വയം ബലിയായി തീർന്നവൻ, ആ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങാൻ ആഹ്വാനം ചെയ്യുന്നവൻ. അവനാണ് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ രാജാവ്. അതിൻ്റെ പ്രായോഗിക അർത്ഥം നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.